മാർച്ച് 22 വെള്ളിയാഴ്ച, നോമ്പുകാലത്തിലെ 5-ാമത്തെ ആഴ്ച. യോഹന്നാൻ 10:31 മുതൽ 42 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് പല യഹൂദന്മാരും യേശുവിന് നേരെ എറിയാൻ കല്ലുകൾ എടുക്കുന്നതായിട്ടാണ്. യേശു അവരിൽ നിന്ന് ഓടി ഒളിക്കുകയൊന്നും ചെയ്യുന്നില്ല, മറിച്ച് അവരെ നേരിടുന്നു. അവൻ അവരോട് ചോദിക്കുന്നു, തൻ്റെ ഏത് നല്ല പ്രവൃത്തിക്കാണ് അവർ അവനെ കല്ലെറിയാൻ പോകുന്നത്. എല്ലാറ്റിനുമുപരി അവൻ തൻ്റെ പിതാവിന് വേണ്ടി ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുകയായിരുന്നു. യഹൂദന്മാർ യേശുവിനോട് പറഞ്ഞു, അവൻ്റെ നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല തങ്ങൾ അവനെ കല്ലെറിയാൻ പോകുന്നത്, പിന്നെയോ അവൻ പറയുന്ന ദൈവദൂഷണത്തിനായിരുന്നു. യേശു വ്യക്തമായും മനുഷ്യനായിരുന്നുവെങ്കിലും യേശു തന്നെ ദൈവമാക്കുകയായിരുന്നു. ഈ ഏറ്റുമുട്ടൽ യഥാർത്ഥത്തിൽ യേശു ആരാണെന്നതിനെക്കുറിച്ചാണോ, അതോ ജനങ്ങളുമായുള്ള തങ്ങളുടെ ശക്തിയും സ്വാധീനവും നഷ്ടപ്പെടുകയാണെന്ന് യഹൂദർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ? യേശുവിനെ ആളുകൾ സ്നേഹിച്ചിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. ഓരോ ദിവസവും യഹൂദന്മാർക്ക് യേശുവിനോടുള്ള ഭയം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആളുകൾക്കിടയിൽ യേശുവിൻ്റെ ജനപ്രീതിയും ശക്തിയും വർദ്ധിച്ചുകൊണ്ടിരുന്നതായി അവർ തിരിച്ചറിഞ്ഞു. അവർ യേശുവിനെയും ജനങ്ങളിലുള്ള അവൻ്റെ സ്വാധീനത്തെയും ഭയപ്പെട്ടു. ജനങ്ങളുടെ മേലുള്ള തങ്ങളുടെ ശക്തി ചോർന്നു പോകുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. യഹൂദരിൽ ചിലർ യേശുവിനോടും അവൻ്റെ പഠിപ്പിക്കലുകളോടും വളരെ രോഷാകുലരായി. അവർ അവന് നേരെ എറിയാൻ കല്ലുകളെടുത്തു. അവരുടെ കോപവും ഭയവും എത്ര തീവ്രമാണെന്ന് മനസ്സിലാക്കിയ യേശു ഉടനെ ദേവാലയം വിട്ടുപോയി. ചില സമയങ്ങളിൽ ആർക്കെങ്കിലും നമ്മേക്കാൾ കൂടുതൽ ശക്തിയോ സ്വാധീനമോ ഉണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് അസൂയയോ ദേഷ്യമോ ഉണ്ടാകുമോ? നമ്മൾ സാധാരണ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ ഭയം എപ്പോഴെങ്കിലും നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ ഈ നിഷേധാത്മകവും വിനാശകരമായ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കാൻ തുടങ്ങുകയും നമ്മൾ സാധാരണ ചെയ്യാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ കാരണമാവുകയും ചെയ്യും. ഇതാണോ ഫരിസേയർക്ക് സംഭവിച്ചത്? അവരിൽ പലരും നല്ല ആളുകളായിരുന്നു. എന്നിരുന്നാലും യേശു അവർക്ക് ഒരു ഭീഷണിയായി. ജനങ്ങളുമായുള്ള യേശുവിൻ്റെ സ്വാധീനവും ശക്തിയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഫരിസേയർക്ക് യേശുവിൻ്റെ ഭീഷണി വർദ്ധിക്കുന്നതായിട്ട് തോന്നി. ആശ്ചര്യകരമെന്ന് പറയട്ടെ, തൻ്റെ ഭാവി എന്തായിരിക്കാൻ സാധ്യതയുണ്ടോ എന്നതുമായി യേശു ഭയപ്പെടുന്നില്ല, അംഗീകരിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരിയായി താൻ തനിച്ചല്ല എന്ന് യേശു വിശ്വസിക്കുന്നു. അവൻ്റെ പിതാവ് അവനെ അയച്ചു, അവൻ്റെ പിതാവ് അവനോട് കൂടെയുണ്ട്. യേശു തൻ്റെ പിതാവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. ആത്യന്തികമായി തൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് നന്മ വരുമെന്ന് യേശു വിശ്വസിക്കുന്നു. എന്നിരുന്നാലും യേശു മനുഷ്യനും ദൈവവുമായിരുന്നു. ഒരു മനുഷ്യനെന്ന നിലയിൽ അവിടത്തേക്ക് വലിയ ഉത്കണ്ഠയും ഭയവും അനുഭവപ്പെട്ടിരിക്കണം.
നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാന ചോദ്യം ഇതാണ്: നിങ്ങളും ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നമുക്ക് നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ യാത്രയുടെ ഓരോ ചുവടിലും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന് നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.